കൊല്ലം ജില്ലയിലെ പടപ്പക്കരയിൽ അമ്മയെയും മുത്തച്ഛനെയും പ്രതി അഖിൽ കൊലപ്പെടുത്തിയത് ലഹരി വാങ്ങാൻ പണത്തിനു വേണ്ടിയാണെന്നാണ് നിഗമനം. ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം നേപ്പാളിലേക്ക് കടക്കാനായിരുന്നു ഇയാളുടെ പദ്ധതി. ഇതിനിടെ ശ്രീനഗറിൽ വെച്ചാണ് അഖിൽ പോലീസിന്റെ പിടിയിലായത്. പ്രതിയെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുമെന്നാണ് പോലീസ് പറയുന്നത്. ഒട്ടും കുറ്റബോധമില്ലാതെയാണ് അഖിൽ നിന്നത്. സ്വന്തം അമ്മയെയും മുത്തശ്ശനെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയ 26-കാരനാണ് അഖിൽ. +2 വിദ്യാഭ്യാസം. അമ്മ പുഷ്പവല്ലിയെയും മുത്തശ്ശൻ ആന്റണിയെയുമാണ് ചുറ്റിക കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയത്. അമ്മയുടെ കണ്ണിൽ ഉളികൊണ്ട് കുത്തി തുളയ്ക്കുകയും ചെയ്തു. ലഹരിക്ക് വേണ്ടി പണം ആവശ്യപ്പെട്ട് സ്വന്തം വീട് വിൽക്കാനായിരുന്നു അഖിൽ പറഞ്ഞത്. ഇതിന് സമ്മതിക്കാതായതോടെയാണ് അമ്മയെയും മുത്തശ്ശനെയും കൊല്ലാൻ അഖിൽ തീരുമാനിച്ചത്. കൊല നടത്തിയ ശേഷം പ്രതി ചെന്നൈയിലേക്കും ഡൽഹിയിലേക്കും അവിടെ നിന്ന് കാശ്മീരിലേക്കും പോയി. പിന്നാലെ തന്നെ കുണ്ടറ പോലീസും ഉണ്ടായിരുന്നു. ശ്രീനഗറിലെ ഒരു വീട്ടിൽ വീട്ടുജോലി ചെയ്യുകയായിരുന്നു അഖിൽ. നേപ്പാളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലായത്. മലയാളികളായ പോലീസിനെ കണ്ടപ്പോൾ അഖിൽ കാണിച്ചത് തംസപ്പ്. അക്രമം നടത്തിയ ശേഷം ചെന്നൈയിലേക്ക് മടങ്ങുമ്പോൾ അമ്മ മാത്രം മരിച്ചു എന്നാണ് അറിഞ്ഞത്. ജമ്മുവിലെത്തിയപ്പോഴാണ് മുത്തശ്ശനും കൂടി മരിച്ചതായി അറിഞ്ഞത്. അതും മറ്റൊരാളുടെ മൊബൈലിലെ യൂട്യൂബ് വഴി. പിടിയിലാകാതിരിക്കാൻ ഡിജിറ്റൽ ഉപകരണങ്ങളൊന്നും തന്നെ അഖിൽ ഉപയോഗിച്ചിരുന്നില്ല. ജമ്മുവിൽ അഖിൽ ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കുണ്ടറ പോലീസ് ശ്രീനഗറിലെത്തിയത്. പിടിയിലായപ്പോൾ ഇത്ര നേരത്തെ പിടിയിലാകുമെന്ന് കരുതിയില്ലെന്നും അഖിൽ പോലീസിനോട് പറഞ്ഞു. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുമെന്നും കുണ്ടറ പോലീസ് അറിയിച്ചു. റിപ്പോർട്ടർ, കൊല്ലം.